അന്ന് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കടലാസ് തുണ്ടുകൾക്ക് പകരം ഇന്ന് ഞാൻ നോട്ടുകെട്ടുകൾ വലിച്ചെറിയും. അതും അവളുടെ അച്ഛൻ കാറപകടത്തിൽ മരിച്ചതിന്റെ നഷ്ടപരിഹാര തുകയായി. മധുരമായ ഒരു പ്രതികാരത്തിനുള്ള അവസരമാണിത്. അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ലംബോദര, എന്ത് സംഭവിച്ചാലും കറണ്ട് തങ്കപ്പനെ ഇടിച്ചു കൊന്ന കോൺഗ്രസക്കാർ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. യെസ് സർ. സർ, എന്താ സാറിന്റെ അമ്മ എപ്പോഴാ മരിച്ചത്? ഓ, അതാണോ? എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്, ഒറ്റപ്പാലത്ത് എന്റെ ചേച്ചിയോടൊപ്പം. ലംബോദര, ഓ, ആൺമക്കളില്ലാത്ത ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒരു ചെറുപ്പക്കാരൻ അമ്മേ എന്ന് വിളിച്ചാൽ അവർ വീണിരിക്കും. അങ്ങനെ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഈ ബിസിനസിന് വേണ്ട അത്യാവശ്യം സൈക്കോളജി ഒക്കെ എനിക്കറിയാം. അതെ, വാചം ഓടിച്ചോണ്ട് നിൽക്കാതെ താൻ ആ ടൗൺ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലോട്ട് ചെല്ല്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു കേസ് പോലും താൻ കൻവാസ് ചെയ്തിട്ടില്ല. അല്ല, ചെല്ല്. ശരി സർ. 4 തവണ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു, വക്കീല് തിരിച്ചു വിളിച്ചില്ല. എന്താ കാര്യം? അത് അല്പ തിരക്കുണ്ടായിരുന്നു. അല്ല, 2 കേസ് വിധിയായത് ഞാൻ അറിഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായി. 2ഉം ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കേസ്. കിണറ്റിൽ ചാടി കാലൊടിഞ്ഞവനെ കാറിടിച്ചതാക്കി. ആ കാർ ഏർപ്പാട് ചെയ്തതും ക്രിമിനൽ കേസാവാതെ FIR എഴുതിയതും ആരാ? ഞാൻ. 2 കേസും വിധിയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ചെക്ക് കിട്ടണ്ടേ? അവിടെ സമരമാണ്. പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നലെ ആ സമരം പിൻവലിച്ചത്. ഒരാഴ്ചക്കകം ചെക്ക് കിട്ടും. കിട്ടിയാൽ ഉടൻ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ ജബ്ബാറെ. സ്റ്റേഷനിൽ വെച്ച് പേര് വിളിക്കാതെ കോൺസ്റ്റബിൾസ് കേട്ടാൽ എന്റെ വീട്ടിൽ പോവും. ജബ്ബാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ജബ്ബാറിനെ ഞാൻ ജബ്ബാർ സാറേ എന്ന് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ ജബ്ബാറിന്. വക്കീൽ എന്ത് പണ്ടാരം വേണമെങ്കിലും വിളിക്ക്. നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരാണല്ലോ, അല്ലേ? അതെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രെയിനിങ് ഒന്നും എനിക്കില്ല. നമുക്ക് നമ്മളെ പഴയ കളി കളിച്ചാൽ പോരെ വക്കീലെ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒപ്പിക്കണം. അവിടെയല്ലേ കുഴപ്പം. കണ്ട ആപ്പ ഉപ്പയ്ക്കൊന്നും കോൺഗ്രസ് ഇല്ല. ഉള്ളവരാരും നമ്മുടെ ഈ തിരിമറിക്ക് കൂട്ടു നിൽക്കുകയുമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇടിച്ച ഒറിജിനൽ കോൺഗ്രസ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. 5 ലക്ഷത്തിന്റെ ക്ലെയിമാ. 5 ലക്ഷം? അതെ സർ, ഈ പ്രദേശത്ത് കോൺഗ്രസ്സാക്കാരുള്ളവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. 2 ദിവസത്തിനകം റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. എന്തോ ഇഷ്ടമായെന്ന്.